എൻ്റെ തറവാടാണിത്. പക്ഷെ ഞാൻ ജനിച്ചത് കൂത്താളിയാണെങ്കിലും ഞാൻ എൻ്റെ വളർന്നത് കംപ്ലീറ്റ് ഇവിടെയാണ്. എൻ്റെ തറവാട്, അച്ഛൻ്റെ വീട്. ഈ ഫ്രണ്ടിൽ വലിയൊരു തള്ള പ്ലാവ് ഉണ്ടായിരുന്നു ഇവിടെ. അതാണ് ശരിക്കും പിലാവുള്ള കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ എന്ന് പറയുന്നത്, വലിയൊരു പ്ലാവ്. പിന്നെ അന്നൊക്കെ ഈ ഇവിടെ മാവും ഒരുപാട് എന്താ പറയുക, ഞാൻ ഇവിടെ ഈ പറമ്പ് മൊത്തം ഓടി കളിച്ച് ചെറുപ്പത്തിലേ ഓടി കളിക്കുമായിരുന്നു. ഈ പറമ്പുകളിലൊക്കെ തന്നെ ആകെ എന്താ പറയുക ഈ വീട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മീൻസ് നമ്മുടെ എല്ലാ ഫുള്ള് സ്ഥലം എങ്കിൽ പോലും ഈ വലിയ ഈ ഇവിടെ ഒന്നും അടുത്തടുത്ത് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫ്രണ്ട് കൂടെ ഇറങ്ങിയിട്ട് ഈ സൈഡ് കൂടിയാണ് ശരിക്കും സ്കൂളിലേക്ക് ഓടി പോകാൻ. സ്കൂൾ തൊട്ടടുത്താറുണ്ട്, 1 മിനിറ്റ് പോലും ഇല്ല അവിടെ നിന്ന് പോകാനായിട്ട്. എൻ്റെ അച്ഛന്, അമ്മ, എൻ്റെ അനിയത്തിമാർ ഒക്കെ ഒത്ത് ഫുള്ള് എൻ്റെ ഇവിടെ വരുമ്പം എന്താ പറയുക ഒരു പ്രത്യേക ഒരു സുഖമാണ് സത്യം പറയുകയാണെങ്കിൽ. ഇത് നമ്മുടെ പഴയ ആലയാണ്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെ ചെറുപ്പം മുതലേ 1-2 പശുക്കൾ ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ട് നമുക്കുണ്ടാവും. അപ്പോൾ ആ ചെറിയ കിടാങ്ങളെ എന്താ പറയുക പ്രസവിച്ച് കഴിയുമ്പോഴുള്ള കിടാങ്ങളെ പിന്നാലെ ഞാൻ ഫുള്ള് ഇവിടെ ഓടിക്കളിക്കും. പിന്നെ അച്ഛന് അമ്മയെ പശുവിൻ്റെ അടുത്ത് നിന്നിട്ട് പാല് കറക്കുമ്പോൾ സഹായിക്കും. ഒപ്പം അത് കണ്ട് കൂടെ വന്നിരുന്നിട്ട് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് 1-2 തവണ ഞാനത് പരീക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ എന്താ പറയുക എനിക്ക് അമ്മയുടെ ആ ബോൾനെസ്സിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെച്ചാൽ ഞങ്ങൾക്ക് ആ വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ടായിരുന്നില്ല. അപ്പം രാത്രി ഞാൻ ബാത്റൂം പോകുന്ന സമയത്ത് എനിക്ക് അച്ഛനും എൻ്റെ അനിയത്തിമാരും അവിടെ വന്നിട്ട് എന്താ പറയുക അവിടെ വന്ന് എനിക്ക് കൂട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ശ്രദ്ധിക്കാതെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പം ബക്കറ്റിൻ്റെ മുകളിലൊരു പാമ്പുണ്ടായിരുന്നു. അപ്പോൾ പാമ്പിനെ കണ്ടപ്പോഴേ ഞാൻ പേടിച്ച് കരയാൻ തുടങ്ങി. ബാക്കിലോട്ട് ഓടാൻ പറ്റില്ല, ഫ്രണ്ടിലോട്ടും ചാടാൻ പറ്റില്ല, ഹൈറ്റ് കുറവല്ലേ ബാത്റൂമിന്, അപ്പം ലെറ്ററിന്. അപ്പം എന്ന് പറയുമ്പം കരയെന്ന് കേട്ടപ്പോൾ അച്ഛൻ ഓടി വന്ന്, അനിയത്തിമാർ ഓടി വന്ന്, എല്ലാവർക്കും വെപ്രാളുണ്ട്, പക്ഷെ ആർക്കും പേടി പാമ്പിനെ എടുക്കാനായിട്ട്. പക്ഷെ ഇത് അമ്മ എന്തോ ഒരു ബഹളുണ്ടെന്ന് അമ്മ കേട്ടതും അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വരുന്നതും, ചിലപ്പോൾ ഞാനോടുന്ന സ്പീഡേക്കാൾ ഓടി വരുന്നതും. അമ്മയ്ക്കൊരു പാമ്പൊരു പ്രശ്നമായിരുന്നില്ല, പാമ്പും ബക്കറ്റും ഒക്കെ എടുത്ത് അമ്മ പുറത്തേക്ക് ഇട്ട്. അപ്പം ഞാൻ ഓടി വരികയും ചെയ്തു. പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് എപ്പോഴും എന്താ പറയുക മക്കളെ എന്താ പറയുക സേഫ് ഗാർഡ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഇതായിരിക്കും. അച്ഛനത് ചെയ്യണമെങ്കിലും പറ്റിയില്ല, അനിയത്തിമാർക്കും പറ്റില്ല, പക്ഷെ അമ്മയുടെ ആ ബോൾനെസ് ഇല്ലേ, അപ്പം അതാ എപ്പോഴും ഓർക്കുക. ഈ ലെറ്റർ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതാണ്. പിന്നെ ഇത് ഞാൻ പഠിച്ച സ്കൂൾ, പ്രത്യേകിച്ച് ഞാൻ ഈ ക്ലാസ് മുറിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് മുറിക്ക് വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ബാക്കി മൊത്തം ഇവിടെ ഇപ്പം കുട്ടികൾക്ക് കളിസ്ഥലം ഇല്ലാണ്ടായിരിക്കുമല്ലേ, ഇപ്പം മറ്റു മതിലും കാര്യങ്ങളൊക്കെ കിട്ടി ബാക്കിയൊക്കെ ഭംഗിയായിട്ടുണ്ടെങ്കിലും ഈ ക്ലാസ് മുറിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് VP മുഹമ്മദിൻ്റെ മകളുണ്ട്, നജിമ, രാജീവൻ, അഷറഫ്, ഇവരൊക്കെ ആയിട്ട് മത്സരിക്കുമായിരുന്നു പഠിക്കുന്ന കാര്യത്തിലും. അപ്പം ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഫോർത്ത്, അങ്ങനെ എല്ലാ ഇതിൽ ഞാൻ എപ്പോഴും ഈ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടുന്ന് എൻ്റെ വീട് അവിടെയാണല്ലോ, അവിടുന്ന് ഇങ്ങനെ കയറി അച്ഛൻ ഇങ്ങനെ കയറി ഇതിലേ പോകും, അതിലൊന്നുമില്ല. പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവിടുന്ന് ഹൈ ജമ്പ് ചെയ്യാറുണ്ട് കണ്ടിട്ട് അച്ഛൻ ചീത്ത പറയുമായിരുന്നു. എൻ്റെ അമ്മാവനെ ഇവിടെയാണല്ലോ പഠിപ്പിക്കുന്ന മാഷായിരുന്നു. അപ്പം അമ്മാവനെ വിളിച്ച് ചീത്ത പറയുമായിരുന്നു, ഇപ്പം തന്നെ ഇത് നിർത്തിക്കോണം. അപ്പം അച്ഛനങ്ങ് പോയി, അതേപോലെ പോയി. പിന്നെ ഇവിടുത്തെ ടീച്ചർ ബാലകൃഷ്ണ മാഷാണ് എന്നെ തുടക്കത്തിൽ എന്നെ സ്പോർട്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ബാലകൃഷ്ണ മാസ്റ്റർ വന്നിട്ട് എൻ്റെ അമ്മാവനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല, പറഞ്ഞേ കേട്ടില്ലേ. അപ്പോൾ അതൊന്നും ഒരു പ്രോബ്ലം അല്ല, നീ ഓടിക്കോ എന്ന് പറയും അമ്മാവൻ അച്ഛനെ ശരിക്കും കൺവിൻസ് ചെയ്തു സ്പോർട്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് ശരിക്കും. ഇത് എൻ്റെ അമ്മാവൻ ശ്രീധരൻ കൂത്താളി, TV ശ്രീധരൻ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ശ്രീധരൻ കൂത്താളി എന്ന് അറിയപ്പെടും, കാരണം കുറച്ച് കവിതയൊക്കെ എഴുതും. പിന്നെ അമ്മാവൻ ഞാൻ പഠിക്കുന്ന കാലത്ത് അമ്മാവൻ ഇവിടെ ടീച്ചറായിരുന്നു, സയൻസും മാത്സും എടുക്കുന്ന ടീച്ചറായിരുന്നു. പിന്നെ അമ്മാവൻ എന്ന് പറയുമ്പം എനിക്ക് സ്പോർട്സിന് വരാനായിട്ട്, ഇപ്പം എൻ്റെ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലേക്കുള്ള വരവാണ് ശരിക്കും എന്നെ സ്പോർട്സിലേക്ക് ഞാൻ വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെയാണ് തുടക്കത്തിൽ കണ്ടതെങ്കിൽ കൂടി ബാലകൃഷ്ണ മാസ്റ്ററാണ് എന്നെ തുടക്കം എൻ്റെ കഴിവ് കണ്ടുപിടിച്ചെങ്കിൽ പോലും സ്പോർട്സ് ഡിവിഷനിൽ പോയതാണ് ശരിക്കും എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. സ്പോർട്സ് ഡിവിഷനിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവിടെ പോകാനായിട്ട് അവസരം ഒരുക്കിയ ഈ അമ്മാവനാണ്. ഉഷയെ 7ാം സ്റ്റാൻഡേർഡ് പാസ്സായി, ഡിസ്ട്രിക്ട് ചാമ്പ്യനായി നിൽക്കുന്ന കാലം 7ാം സ്റ്റാൻഡേർഡ് പാസ്സായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ അവസരത്തിൽ പേപ്പറിൽ മാതൃഭൂമിയിൽ ഞാനൊരു കോളത്ത് കണ്ടു, സ്പോർട്സ് ഡിവിഷനിലേക്ക് സെലക്ഷൻ വേണ്ട. കണ്ടപ്പോൾ പുറമേരി വെച്ചിട്ടായിരുന്നു അതിൻ്റെ സെലക്ഷൻ. അപ്പോൾ ബാലകൃഷ്ണ മാഷോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. ബാലകൃഷ്ണ മാഷ് രാവിലെ വന്ന്, ബാലകൃഷ്ണ മാഷ് രാവിലെ അയാൾ വന്നതിന് ശേഷം ഞങ്ങൾ എഴുന്നേറ്റ്. അത്രയധികം ആത്മാർത്ഥതയും ത്യാഗബുദ്ധിയും കാണിക്കുന്ന ആളാണ്. ഈ അധ്യാപകൻ, കായിക PT എന്നുള്ള അർത്ഥത്തിൽ നല്ല അധ്യാപകനായിരുന്നു അയാൾ. രാവിലെ വന്ന് ഞാനും അയാളും ഉഷയും കൂടി പുറമേരി പോയി. അവിടെ വെച്ചുള്ള സെലക്ഷന് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, 100, 200 ഇതിനൊക്കെ ഫസ്റ്റായിട്ട് ഉഷ ഏറ്റവും സ്പീഡിൽ ഉള്ള കുട്ടിയായിട്ട് കണ്ടു. പിന്നെ ഒരു കാർഡ് വന്നതിന് ശേഷം അവിടെ ഇവിടുന്ന് സെലക്ട് ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് ഫൈനൽ സെലക്ഷൻ.
അപ്പോൾ അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി, ഏറ്റവും സ്പീഡിൽ കിട്ടി. അപ്പോൾ കോഴിക്കോട് സോണിൽ ഫസ്റ്റ് ആയിരുന്നു അന്ന് ഉഷ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 7ാം സ്റ്റാൻഡേർഡിൽ നിന്ന് പാസ്സായി ഞങ്ങൾ പയ്യോളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 8ൽ ചേർത്തില്ല. കാരണം സ്പോർട്സ് ഡിവിഷനിലേക്ക് സെലക്ഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. സ്പോർട്സ് ഡിവിഷനിൽ നിന്ന് കടലാസും വന്നില്ല, കാർഡൊന്നും വന്നില്ല. അങ്ങനെ 8ാം സ്റ്റാൻഡേർഡിലെ പഠനം മുടങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. അപ്പോൾ സ്പോർട്സ് എന്താണെന്ന് അറിയാത്ത കാലം 1974 76 കാലഘട്ടം. 76 വരെ ഞാൻ ഉണ്ടായിരുന്നു. 76 അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തി, നീ ഓരോരോ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിന് പോയിട്ടല്ലേ പഠിപ്പ് മുടങ്ങിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ എന്നെ നോക്കി. ഉഷ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കരയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. ഇടവഴിയിൽ കൂടെ തന്നെ ഹൈസ്കൂളിലേക്ക് 8ാം സ്റ്റാൻഡേർഡിലെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പോകുന്നത് കണ്ടിട്ട് ഉഷയ്ക്ക് സ്വാഭാവികമായിട്ടുണ്ടാവില്ല, 12 വയസ്സല്ലേ. അപ്പോൾ ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കരഞ്ഞ്. അപ്പോൾ ഞാനത് ഹൈസ്കൂളിൽ പോയി ചോദിച്ചു, ഇനി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്പോർട്സ് ഡിവിഷനിൽ ഒന്നും വന്നില്ല, കടലാസൊന്നും തുടങ്ങാനുള്ള താമസമാണ്. അപ്പോൾ ഞാൻ അവിടെ ഹൈസ്കൂളിൽ പോയി ചോദിച്ച അവസരത്തിൽ പറഞ്ഞു, സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. DO എൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം DO ഒരു അപേക്ഷ തയ്യാറാക്കി. DO എൻ്റെ അടുത്ത് പോയപ്പോൾ പത്മാവതി അമ്മയായിരുന്നു DO. അങ്ങനെ സ്പോർട്സ് ഡിവിഷനിലേക്ക് സെലക്ഷൻ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചേർത്തില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്പോർട്സ് ഡിവിഷനിലേക്ക് സെലക്ഷൻ കിട്ടിയോ? അത്ഭുതത്തോടു കൂടി. അവർക്ക് വലിയ കാര്യമായിപ്പോയി. ആദ്യത്തേതാണ് അന്ന് കേരളത്തിലെ ആദ്യത്തെ പെണ്ണുങ്ങളുടെ ഗേൾസിൻ്റെ സ്പോർട്സ് ഡിവിഷനാണ് കണ്ണൂർ. ചേർക്കാൻ വേണ്ടി പയ്യോളി ഹൈസ്കൂൾ ചേർക്കാൻ വേണ്ടി പെർമിഷൻ തന്നു. പയ്യോളി ഹൈസ്കൂൾ 8ാം സ്റ്റാൻഡേർഡ് പോയി. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം 15 ദിവസമായിട്ടുള്ളൂ വീണ്ടും ഡിവിഷനിൽ തുറന്നായിട്ടും എത്താൻ വേണ്ടിയിട്ട് കണ്ണൂർ ഡിവിഷനിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് കാർഡ് വന്ന് അങ്ങനെ അവിടെ പോകും. ഇത് സവിത എൻ്റെ കൂടെ പഠിച്ചതാണ്. കണ്ണൂർ സ്പോർട്സ് സ്കൂളിലും എൻ്റെ ഒപ്പം പഠിച്ചതാണ്. പ്ലസ് ഞാൻ മേഴ്സി കോളേജിൽ പഠിച്ചപ്പോഴും നമ്മുടെ ഒപ്പമായിരുന്നു. 9th പഠിക്കുന്ന സമയത്തും അങ്ങനെ. അപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എൻ്റെ തൊട്ടൊരു സ്പോർട്സ് സ്കൂള് 1 വർഷത്തെ ജൂനിയർ ആയിരുന്നു. അപ്പം എന്തിന് സവിതയ്ക്ക് സംശയങ്ങളും എന്തൊരു ചെറിയൊരു സംഭവം മതി അതിനെങ്ങനെ വലുതാക്കി അതിൻ്റെ സംശയം ക്ലിയർ ചെയ്താലേ സവിത പോകുള്ളൂ. ആ സംശയം ഇപ്പോൾ സവിത ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് കൊയിലാണ്ട് സ്കൂളിൽ, മാപ്പിള സ്കൂളിൽ. പക്ഷെ ആ സംശയം ഇപ്പോഴും തീർന്നിട്ടില്ല. എന്ത് ചെറിയ സംശയം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്ലിയർ ചെയ്യുക എപ്പോഴും ഇരുന്നിട്ട് ഗ്രൗണ്ടിൽ വന്നിട്ട്. പണ്ട് ഞങ്ങൾ കാപ്പി കുടിക്കുന്നേരം മുട്ടയും തരും. അപ്പോൾ ഉഷയ്ക്ക് മുട്ട ഇഷ്ടമില്ല. അത് കാപ്പി ഗ്ലാസിൻ്റെ ഉള്ളിലിട്ട്, സ്റ്റീൽ ഗ്ലാസ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് കാപ്പി കാണില്ല കൊണ്ടുപോകും. നമ്പ്യാർ സാറ് ചോദിക്കും, എല്ലാവരെയും പിടിക്കുമോ അതിൻ്റെ ഇടയ്ക്കുന്ന്. അപ്പം പിന്നെ അങ്ങനെ ചിലപ്പം ബാഗിൻ്റെ ഉള്ളിലും കൊണ്ട് വെച്ച് മുട്ട കുറേ ഇങ്ങനെ മുട്ട എടുത്തിട്ട് കൊണ്ടുവെക്കും. ഓരോ ദിവസം കിട്ടുന്ന മുട്ട ഇതെല്ലാം മാറ്റി എന്നിട്ട് പിന്നെ കളിയാച്ചിയാ. നമ്പ്യാർ സാർ ചോദിക്കുന്നേരം നമ്മൾ മിണ്ടില്ല എന്ന് വെച്ചാൽ ചീത്ത കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു മുട്ട. ഒരു ദിവസം നമ്പ്യാർ അത് പിടിക്കുക ചെയ്തത്. അത് ദിവസം ഇങ്ങനെ കാണാതെ മുട്ട ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ അകത്താക്കി ഒളിപ്പിച്ചിട്ട്, എനിക്കൊരു ബാഗ് ഉണ്ട്, ബ്ലൂ ബാഗ്, ചെറിയൊരു ബാഗ്. ആ ബാഗിൻ്റെ അകത്ത് ഓരോ ദിവസം മുട്ട ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ നിറയായി കുറേ ദിവസം അങ്ങനെ കുറേ മാസങ്ങളാകുമ്പോൾ അങ്ങനെ കൂടുതലാവുമല്ലോ. അപ്പോൾ ചീഞ്ഞഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇവർക്കൊക്കെ അറിയാം. പക്ഷെ ആരും മിണ്ടല്ല. എനിക്ക് ഇഷ്ടമല്ല കഴിക്കാൻ. അന്ന് രാവിലെ തന്നെ മുട്ട കഴിക്കുമ്പോൾ ഭയങ്കര ഹാഫ് ബോയിൽ കഴിക്കണം എന്ന് പറയും നമ്പ്യാർ സാറ്. എന്നിട്ട് ഒരു ദിവസം നമ്പ്യാർ സാർ അത് പിടിച്ച് ബാഗ് മൊത്തം പിടിച്ച് എല്ലാവർക്കും പണിഷ്മെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിടിച്ച് കംപ്ലീറ്റ് അത് കൊണ്ടേ കളഞ്ഞ് നാഷണൽ മീറ്റില് ഇവിടെ ബാംഗ്ലൂർ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് പക്ഷേ പെട്ടെന്ന് കഫത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് സൈനി സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ പക്ഷെ പെട്ടെന്ന് മറിഞ്ഞ് വീണ്. അപ്പോൾ ഞാൻ വെച്ചു ഉഷക്ക് എന്തോ പറ്റി, ഇങ്ങനെ ഞാൻ കരഞ്ഞു പോയ സന്ദർഭം അത്. പക്ഷേ അപ്പം പിന്നെ ഇങ്ങനെ അത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാന്തിരാവ സ്റ്റേഡിയത്തിൽ ഓടിയ സമയമാണ്. ആ സമയത്ത് ഞാൻ 100 മീറ്റേഴ്സ് 11:07 ഓടിയിട്ട് അന്ന് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. 100-200 അതെ. അപ്പോൾ ആ സമയത്ത് ഈ ചീഫ് കോച്ച് സൈനി സാറായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ. അപ്പോൾ ആ സാറ് പറഞ്ഞു, കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ 4x400 റിലേ ഓടണമെങ്കിൽ ടീം ജയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 400 ട്രെയിൻ ചെയ്തിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് 400 ഓടുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ സാറങ്ങ് നിർബന്ധിച്ചപ്പോൾ എന്നാൽ ശരി ഓടാമെന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് ഓടി. നല്ല സ്ട്രൈഡ്സിൽ ഓടി, നന്നായി ഓടി. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പം സൈനി സാർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ വളരെ നന്നായിട്ടുണ്ട്, നീയല്ലേ പിന്നെ എന്താ പറയുക, നീയല്ലേ മടിച്ചത് 400 ഓടാനായിട്ട്, നന്നായി ഓടിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറേ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ട്രാക്കിൽ കൂടെ ഞാൻ ചിരിച്ചോണ്ട് ഗ്രൗണ്ടിൽ കൂടെ അങ്ങ് നടന്നു പോയ സമയത്ത് ഞാനിങ്ങനെ ചിരിച്ച് ട്രാക്കിൽ അങ്ങ് വീണ്. കാരണം പിന്നെ എനിക്ക് ശ്വാസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി കഫമൊക്കെ വന്നിട്ട്. അപ്പോൾ എന്നെ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലായിരുന്നു കുറച്ച് നേരം. അപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 400 ഒന്നും ട്രെയിൻ ചെയ്യാണ്ട് പെട്ടെന്ന് കുറച്ച് സ്ട്രെയിൻ ചെയ്തപ്പോൾ
എനിക്ക് കുറച്ച് ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും കുറച്ച് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് എടുത്ത് കളഞ്ഞതിന് ശേഷം സംഭവം ഞാൻ നോർമലായി. പക്ഷെ അതായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒരു വർഷം എന്താ പറയുക ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി ഒരിക്കലും സ്പോർട്സ് ചെയ്യാൻ പറ്റില്ല, എക്ടോപിക് ബീറ്റ്സ് എന്നോ എന്തോ പറയും ഡോക്ടർമാരുടെ ഭാഷയിൽ, ഇടയ്ക്ക് പൾസ് നിന്ന് പോവുക. അപ്പോൾ അതൊരു ഭയങ്കര സൂക്കേടാണ്, ഇനി സ്പോർട്സ് ചെയ്യരുതെന്ന് പറഞ്ഞു. അവിടെ പോയി ചെയ്തു. അവിടെ പോയ സമയത്ത് എനിക്ക് എന്നിട്ട് അവരവിടെ കിടന്ന് ഒരു പിൽസൊക്കെ തന്നു ദിവസം കഴിക്കാൻ. ഒരു ദിവസം കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത, ഞാൻ ഭയങ്കര ടയേർഡായി, എനിക്ക് നടക്കാൻ പോലും പറ്റില്ല. പിറ്റേ ദിവസം ഡോക്ടേഴ്സൊക്കെ വരുമ്പോൾ ഒക്കെ പറയും ഞാൻ മരുന്ന് കഴിച്ചത്, ഞാൻ മരുന്ന് കഴിക്കാറില്ല. അവസാനം അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് ഇനി സ്പോർട്സ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മാവനും എൻ്റെ ബ്രദറിലും കൂടെ എന്നെ ശ്രീ ചിത്ര മെഡിക്കൽസിൽ കൊണ്ടുപോയി ട്രിവാൻഡ്രത്ത് ഒരു മെഡിക്കൽ ചെക്കപ്പും കൂടെ നടത്തി അവിടെ. അപ്പം ഡോക്ടർക്ക് അറിയാം എക്ടോപിക് ബീറ്റ്സ് ഉണ്ട് എന്നുള്ള അറിയാം, പക്ഷെ അത് വലിയ ഡേഞ്ചർ അല്ല എന്നുള്ള ഡോക്ടർക്ക് അറിയാം. ഡോക്ടർ വലിയത്താനായിരുന്നു ചികിത്സിച്ചത്. അപ്പം ഡോക്ടർക്ക് അറിയാം അത് വലിയ പ്രശ്നമില്ല. പക്ഷേ എങ്കിലും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അൺഫിറ്റ് ആക്കിയ ആളെ പെട്ടെന്ന് ഫിറ്റ് ആക്കുമ്പോൾ അതൊരു പ്രോബ്ലം അല്ല മെഡിക്കൽ ഇതിൻ്റെ ഇതിൽ. അപ്പോൾ ഡോക്ടർ എനിക്കൊരു ചെറിയൊരു സഹായം ചെയ്തു. ഡോക്ടർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഉഷയ്ക്ക് 100 200 ഓടാം, 400 ഓടണ്ടാന്ന് എഴുതിയില്ല, പക്ഷെ 100 200 ഓടാന്ന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് മതിയായിരുന്നു സ്പോർട്സ് ചെയ്യാൻ.